ഗൈസ് നോക്കൂ, നേരം വെളുത്തു. അതായത് നമ്മൾ നേരെ കോടതിയിൽ പോവാണ്. ഇന്ന് കോടതിയിൽ പോകേണ്ട ദിവസമാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ലിബിൻ ജോസ്മിൻ സാറിൻ്റെ അടുത്താണ്. അതായത് സാറിന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആശുപത്രി കിടക്കുവാണ്. ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പം ഒരു ദിവസം കിടന്നത് പ്ലാസ്റ്റർ സംഭവങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ലിബിനും ദീപിച്ചാനൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ എന്നിട്ട് ലിബിനെ കൂട്ടിയിട്ടാണ് എനിക്ക് നേരെ കോടതിയിലേക്ക് പോകാൻ. കണ്ണൂരാണ് പോകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആദ്യം മട്ടന്നൂർ വക്കീൽ ഓഫീസിൽ പോകണം. അവിടുന്ന് നമുക്കൊരു ജൂനിയർ വക്കീലിനെയും കൊണ്ട് നമുക്ക് നേരെ കോടതി പോകണം. സീനിയർ വക്കീൽ വരാനായിട്ടില്ല. എന്തായാലും 6 മാസത്തിനുള്ളിൽ നമ്മുടെ കേസ് തീർക്കണം എന്നുള്ളൊരു വിധിയുണ്ട്. അത് കഴിഞ്ഞ് അറിയാം ബാക്കി സംഭവങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ നേരെ പപ്പയും വരുന്നുണ്ട്. ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അതുകൂടാതെ ലിബിനുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അറിഞ്ഞ പാടെ പോയതാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഇനിയിപ്പം ലിബിനും കുട്ടിയാണ് നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചെറുക്കൻകുട്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവനെ എടുത്തുകൊണ്ടാണ് നമ്മൾ പോകണത്. ഇവനെ കഴുകി കഴിഞ്ഞപ്പോൾ വൃത്തിയായി സെറ്റപ്പായിട്ടോ. രാവിലെ തന്നെ എണീറ്റതിൻ്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയ ഗുരു അത് കുറച്ച് കഴിഞ്ഞാൽ മാറും കേട്ടോ. അപ്പം വരണം. അപ്പൻ ഇറങ്ങാനുള്ള ഗുസ്തിയാണ് കാണുന്നത്. ഫൈനലി ഇറങ്ങി ഡ്രസ്സ് എടുത്തു ലിബിനുള്ള. പപ്പയുടെ കയ്യിൽ കഞ്ഞിയും പിന്നെ അതുപോലെ തന്നെ അച്ചാറും മീൻകറിയും സാധനങ്ങളൊക്കെ ഉണ്ട്. വരെ പോവാട്ടോ. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30 അവർക്ക് വിശക്കാൻ തുടങ്ങി കാണും. അതിൽ വേറൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ, അല്ല വൈകുന്നേരം മാത്രം കഴിച്ചാൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. പ്ലേറ്റ് എടുത്തോ അപ്പന് സാറിനുള്ള പ്ലേറ്റ് എടുത്തോ. ആ ഓക്കെ. ഇപ്പം നീ ഇതെടുത്ത് തരാമോ? ഇതിനൊരു ഗുണമുണ്ട്, കീ ഇട്ട് തിരിക്കണ്ട. യെസ്, മോർണിംഗ് സ്റ്റാർട്ട് റെഡി. ഞാനൊന്ന് ചെറുതായിട്ട് ഫ്രണ്ടിലേക്ക് ആക്കട്ടെ കേട്ടോ. ആയോ ഒരു മയമില്ലാതാണല്ലോ അവൾ എടുത്തോണ്ട് പോകുന്നത്. പോട്ടെ, ബൈ. ആ പോവാം. അല്ല ഇല്ലേ, ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. എടി ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. അതെടുത്തു. ഇതിന്റെ ഫോൺ വേണ്ടല്ലോ. പോവാം. അതായത് നമ്മളങ്ങനെ ഫൈനലി വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ആശുപത്രിയിലേക്ക് പോകണം. ഇന്നലെ വൈകുന്നേരം സംഭവിച്ച സാറ് നേരെ വീട്ടിലേക്ക് പോയിരുന്നു. പോകുന്ന വഴിക്ക് സാറൊന്ന് ബൈക്ക് എത്തിയപ്പം ഒരു ഐറിസ് വന്നു, ഒറ്റയടി അങ്ങനെ അടിച്ചു. വണ്ടി സാറുമായിട്ട് വീണു. പക്ഷേ ഈ ജോയിൻറ്റിൻ്റെ അവിടെയാണ് ചെറിയൊരു ക്രാക്കാണ്. അത്ര വലുതല്ല, എന്നാലും സാറിന് തടി ഉള്ളതുകൊണ്ടാണ് ഒരു വിഷയം. കാരണം വെച്ചാൽ ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് ചെറിയ ക്രാക്കാണ് വിഷയം. ഇനിയിപ്പം 45 ദിവസം റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. 45 ദിവസം. ആ 45 ദിവസത്തെ റെസ്റ്റ് കഴിഞ്ഞ് ഇനി സാറിന് ജോലിക്ക് പോകത്തുള്ളൂ. പിന്നെ അതുമാത്രമല്ല വേറൊരു സംഭവമുണ്ട്. സാറിൻ്റെ ക്രിസ്മസും പോയി, അതുപോലെ തന്നെ സാറിനുണ്ടായിരുന്ന 10 ദിവസത്തെ ലീവും പോയി അല്ലേ. ഐസ് നോക്കൂ, ഫൈനലി ഞാൻ ആശുപത്രിയിലെത്തി. ഇവിടെയാണ് നമ്മുടെ ജോസ്മി സാറുള്ള. ഇതെന്നെ പഠിപ്പിച്ച എൻ്റെ ഷിൻഡോ സാർ. ഒന്ന് കൈതാ. അത് മാത്രമല്ല വേറെ സംഭവമുണ്ട്. എന്നെ ആദ്യമായിട്ട് എറണാകുളം വിട്ടു പഠിപ്പിക്കാൻ നേരത്തെ എൻ്റെ ഹോസ്റ്റൽ ചെലവ് മൊത്തം എടുത്ത സാറാണ്. ഇതുവരെ ഞാൻ വീഡിയോ പറഞ്ഞില്ലല്ലോ. പണ്ട് എനിക്ക് ഒന്നുമില്ലാത്ത സമയത്ത് എന്നെ അത്രയും സഹായിച്ച മനുഷ്യനാണ്. ഞങ്ങൾ കൊമേഴ്സ് പഠിക്കാൻ നേരത്ത് സാറ് കമ്പ്യൂട്ടറിലായിരുന്നു. യെസ്, പക്ഷെ ആള് സുന്ദരനാണ്. ഓക്കെ ഗൈസ്, എന്നെ കുറേ സഹായിച്ചിട്ടുള്ള കേട്ടോ. അപ്പം ഞാൻ നേരെ സാറിൻ്റെ അടുത്തോട്ട് പോവാണ്. ഗൈസ് നോക്കൂ, ഫൈനലി ഞാനങ്ങനെ ജോസ്മി സാറിൻ്റെ അടുത്തെത്തി. അപ്പം ജോസ്മി സാറിന് എന്തെങ്കിലും പറഞ്ഞോ? ഒരുമിച്ച് പോവാം, ഞാൻ പെട്ടെന്ന് വരും. എനിക്ക് ചിലപ്പോൾ രാവിലെ വിളിക്കുമായിരിക്കും. ഇത് വിളിച്ചിട്ട് പോവാം. ഇത് സാറിന് അമ്മായിപ്പൻ പാപ്പൻ. ഐസ് ഇത് വെച്ച് പോകാൻ പറ്റിയോ? പിടിച്ചോ? അല്ലെങ്കിൽ പിടിച്ചോ? തന്നെ ഇറങ്ങിയോ? നീ എപ്പോഴാ ഇന്നലെ കിടന്നേ? നീ എപ്പോഴാ കിടന്നേ? ഞങ്ങൾ വീട്ടിൽ മൊത്തം ലൈറ്റൊക്കെ ഇട്ടുന്നല്ലോ. രാത്രി പോയി അല്ല പറയാൻ കഴിഞ്ഞാൽ കുറച്ചും കൂടി കാണുള്ളൂ. ഞങ്ങളെങ്കിൽ പോയിട്ട് പെട്ടെന്ന് വരാം. കാരണം നമ്മൾ കഞ്ഞി റെഡി. ഞങ്ങൾ പോവാണ്. ബൈ. ഞങ്ങൾ പോയിട്ട് ഇല്ല, ഇത് പിന്നെ സാധാരണ വെക്കുന്ന പോലെ തന്നെ. ഇത് ഞങ്ങളുടെ വീട്ടിൽ കോവയ്ക്ക നശിച്ചു പോകുന്നതുകൊണ്ട് പുതിയ സമ്പ്രദായം കണ്ടുപിടിക്കാം. ഉണക്കിയ കോവയ്ക്ക എല്ലാം ഹോം മെയ്ഡിലോട്ട് മാറണം. അതെ, സന്തോഷമില്ലേ? ഇത് പിന്നെ കായും ഇത്. പപ്പ എത്ര മണിക്ക് എണീറ്റ്? 5:30. പപ്പ 5 മണിക്ക് 5:30 എണീറ്റ് പരിപാടി തുടങ്ങിയതാണ്. അപ്പം ഞങ്ങൾ നേരെ പോവുകയാണ്. ഇവിടെ നിന്ന് ഇപ്പം മട്ടന്നൂർ വക്കീൽ ഓഫീസ് ചെല്ലണം. വക്കീൽ ഓഫീസ് ചെന്നിട്ട്
സീനിയർ വക്കീലിനെ കണ്ട് ജൂനിയർ വക്കീലിനെ കൊണ്ട് വേണം നേരെ കോടതിയിലേക്ക് പോകാൻ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ പരിപാടി സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. സാറിന് ഇനി വൈകുന്നേരം ഉണ്ടാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് 11 മണിക്ക് വിടാന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു 11 മണിക്ക് പോകണ്ട, നമുക്ക് എല്ലാവരും കൂടെ 3 മണിയാകുമ്പോൾ പോവാന്ന് പറഞ്ഞു. കേസെല്ലാം കഴിഞ്ഞിട്ടേ ഒരുമിച്ച് പോയാൽ പിന്നെ സാറിന്റെ വീട്ടിൽ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, സാറിന്റെ വീട്ടിലോട്ട് നമുക്ക് ഉണ്ടാകാമല്ലോ. ഓക്കെ, അങ്ങനെ ആട്ടെ. ഗൈസ് അതെ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷിൻഡോ സാർ എന്ന് പറഞ്ഞ സാറിനെ പരിചയപ്പെടുത്തില്ലേ. ആ സാറുണ്ടല്ലോ, എൻ്റെ പഠനകാലത്തിൽ ഇത്രയും ശുദ്ധനായ ഒരു മാഷിനെ കണ്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ആദ്യമായിട്ട് ATM കാർഡ്, ഫെഡറൽ ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിച്ച പുള്ളി മാസം ഹോസ്റ്റൽ ഫീസ് അയച്ചു തരും. എത്രത്തിൽ 4000. അന്നത്തെ സമയത്ത് 4000 3500 വലിയ പൈസയായിരുന്നു കേട്ടോ അന്നത്തെ സമയത്ത്. കാലത്ത് സാറിന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു പൈസ ഇവന് കൊടുത്തു, അതായത് വിഹിതം. അന്നൊന്നും ഇത്ര വലിയ ശമ്പളം ഒന്നുമില്ല. ഞങ്ങളുടെ ഈ മറ്റേ പിന്നെ മടത്തിന്ന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ പിന്നെ സാറിനോട് പറഞ്ഞിട്ടാണ് ഈ വിഹിതം, അതായത് അന്നത് വലിയ ടോപ്പ് പൈസയാ അല്ലടാ. അന്ന് 5000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വാല്യൂ തന്നെ. 2016 16 14 15 കാലഘട്ടത്തിലാന്ന് ആലോചിക്കുന്നത്. അത് ഇന്നത്തെ ഒരു 15000 രൂപയുടെ ഒക്കെ മൂല്യമുണ്ട്. അങ്ങനെ കുറെ നമുക്ക് ദൈവാനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അങ്ങനെ കുറെ പേര് നമ്മൾ സഹായിച്ചത് കൊണ്ടും നമ്മൾ പൊട്ടക്കെട്ടിലെ തവളയായതുകൊണ്ട് നമ്മൾ രണ്ടുപേരും എറണാകുളത്ത് ചെന്ന് ലോകം എന്താണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്തല്ലേ ലിവിനെ. വലിയ ഡിസൈൻ ആയിരുന്നു. അതായത് അല്ല, നമ്മുടെ ഒരു സാധനമുണ്ട്, അത് നമ്മൾ വരച്ചു കുറിച്ച് എഴുതി ഉണ്ടാക്കിയൊരു സംഭവം. പക്ഷെ അത് നമ്മുടെ ആക്കുന്നവൻ ഇന്നാവും നാളെ ആവുന്നാ പറയുന്നത്. നിലക്കെ ആവും അല്ലേ പ്രതീക്ഷ. ഗൈസ് ഞങ്ങളെ എടുത്തു പറയാം, നമ്മുടെ കേസ് കോടതിയുടെ ഇവിടെ വന്ന് കോടതിയിൽ നിന്ന് അതൊരു ഇതായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ നമുക്കൊരു പാസ്പോർട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഷോർട്ട് പാസ്പോർട്ട് കൊണ്ട് ഒരു രാജ്യവും വിസ തരത്തില്ല. ഈവൻ തജാക്കിസ്ഥാൻ വരെ ഞങ്ങളുടെ വിസ റിജക്ട് ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, തജാക്കിസ്ഥാനൊന്നും ഇന്നവരെ ആരെയും വിസ റിജക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്നേ മനസ്സിലായതാണ് നമുക്ക് നമ്മുടെ കാര്യം മുന്നോട്ട് ഇച്ച പതുങ്ങലായിരിക്കും അല്ലേ. ഇനിയും നമുക്ക് ഈ സംഭവം റെഡിയാക്കിയിട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ വകുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ വണ്ടി അവിടെ ഇങ്ങനെ കുറെ നാളായില്ലേ. ഇപ്പൊ എത്ര മാസമായി കാണും തീച്ചേട്ടാ? 8-9 മാസം എന്തായാലും ആയിട്ടുണ്ട് ഇല്ലേ. നല്ലൊരു പൈസ അവിടെ പാർക്കിംഗ് ഫീസ് ഞങ്ങള് മൊട്ട അസോസിയേഷൻ ആട്ടോ. ഞങ്ങള് സ്വപ്നം കണ്ടൊരു ജീവിതമുണ്ട്. വെറുതെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ തെണ്ടി നടക്കുക. അതെന്തായാലും നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൊട്ടത്തലയും കട്ടത്താടിയും പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ നടക്കുക. ഇത് തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഒരു യാഥാർത്ഥ്യം പറ്റേ, അന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വന്നല്ലോ. ദീപിച്ചേട്ടാ നാട്ടിൽ പിടിക്കൂലേ. പിന്നെ ഏടോ വണ്ടി എക്സ്പ്രസ് വേയിലേക്ക് കയറി, പുള്ളി ചവിട്ടുന്നു, ലിബിൻ ചവിട്ടുന്നു, എല്ലാരും ഉറക്കം വന്നു, ചായ കുടിച്ചു, എല്ലാരും വീണ്ടും മുഖം സെറ്റായി. ഞാനും എങ്ങനെയും രാവിലെ പിടിക്കണം. കുറഞ്ഞ ഒരു ഫോൺ കോൾ വരാ, നമുക്കൊന്ന് ഒതുക്കിയാലോ. എങ്ങനെയെങ്കിലും നാട്ടിൽ വണ്ടി കൊടുത്തു എത്താന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ നശിപ്പിച്ചു. ഓടിക്കാൻ ഭയങ്കര സുഖമായിരുന്നു. സത്യം പുള്ളി പറഞ്ഞ വളരെ ശരിയാണ്. അക്കോഡിന് ഒരു വലിയ പ്രശ്നമുണ്ട്. അക്കോഡ് ചവിട്ടി വിട്ടാൽ മാത്രമേ അതിനൊരു സെറ്റപ്പ് വന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പ്രീമിയം കാറിൽ ഇങ്ങനെ കെട്ടുവെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന ഫീലിംഗ് പെട്ടെന്ന് ഉറക്കം വരും. പക്ഷെ കൊറോളക്ക് പിന്നെ അത്രയും പ്രശ്നമില്ല അത്ര പ്രശ്നമില്ല അല്ലേ. 100 കിലോമീറ്റർ ഒക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഇല്ലേ, അവിടുന്ന് ഇവിടുന്നൊക്കെ നമുക്ക് ഇങ്ങനെ തരി വരും, ഇനിയും കയറുന്നു, ഇനിയും കാല് വെക്കണമെന്ന്. അപ്പൊ മനസ്സിനും കൊണ്ട് കാല് വെക്കാതിരിക്കുക. പക്ഷെ ആ കൊറോളക്കും ഇതിനൊക്കെ അത്യാവശ്യം മൈലേജ് കിട്ടി. അക്കോഡിന് മാത്രമാണ് നമുക്ക് പ്രതീക്ഷ. മൈലേജിന്റെ നോക്കണേ ഒരു യാത്ര ഒരു ആൾക്കാർക്ക്, ഒരു ബിസിനസ്സുകാരൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി കംഫർട്ടാ നോക്കുന്നത്. പെട്ടെന്ന് ഉറങ്ങാനും വല്ല ക്ഷീണമില്ല. ഈ കടും കട്ടിയ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കണം. നമ്മളെ പോലെയുള്ളവർക്ക് വേണ്ടി അല്ല ഇതൊന്നും. ഇതൊക്കെ വിവരവും വിദ്യാഭ്യാസം ഉള്ളവർക്ക് വേണ്ടി. നമ്മൾ ഈ സാധാരണ വാക്കുകൾ ഉപയോഗിച്ചാൽ പോരെ. ചിന്തിച്ചോട്ടെ. അതെ, വേറെ കേസ് അല്ല, വേറെ കേസ് ഞാൻ പറയാൻ പറഞ്ഞു ചോദിച്ചേട്ടാ. വേറെ കേസ് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ നേരെ പോയിട്ട് നമുക്ക് വളരെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റി. ഞാനേ വീട്ടിൽ നിന്ന് ഒരു 2-3 ഫോൺ എടുത്തു. അപ്പൊ ഞാൻ ഒരു ഫോണിന്റെ കാര്യം മറന്നുപോയി. അപ്പൊ അറിയാം, കറക്റ്റ് എന്നെ കോടതിയുടെ കൂട്ടി കയറ്റി നിർത്തിയപ്പോ ബെല്ലടിച്ചു. ശരിക്കും ശകാരങ്ങൾ കേട്ടു. എന്നെ ലിവിനെ ഇറക്കി. ഏറ്റവും ലാസ്റ്റ് ആണ് ഞങ്ങൾ 11 മണിക്ക് വിളിച്ചു. കോടതി ആലോചിക്കുക. ഞാനെന്തെങ്കിലും പറയാം, ആരെ ഈ കോടതിയിൽ ഇത് ഇങ്ങനെ ബെല്ലടിക്കുന്നത് ഇവർക്ക് അറിയത്തില്ലേ എന്റെ കീശന്ന് അടിക്കുന്നേ. ഞാനെന്നിട്ട് എല്ലാരും ശരിക്കും ശകാരങ്ങൾ വക്കീലുമാരെല്ലാരും ആരെയും അടിക്കുന്നതെന്ന്.
കിട്ടി. എല്ലാരും ഞങ്ങളിലേക്ക് തിരിഞ്ഞെന്റെ പൊന്നെ. അതാണ് വക്കീൽ ശരിക്കും ഇപ്പൊ ആ കോടതിയിൽ തിരക്ക് കുറഞ്ഞു കേട്ടോ. അതായത് അവിടെ സെഷൻ കോടതി 2-3 കൊണ്ട് കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാ തിരക്ക് കുറഞ്ഞു. അവിടെ ഇപ്പം തിരക്ക് കുറഞ്ഞു, അല്ല നമ്മൾ പെട്ടുപോയാൽ. പൊതുവെ ഇപ്പൊ കേസ് കുറഞ്ഞു. ഞാൻ യാഥാർത്ഥ്യം പറയട്ടെ, അതായത് കേരളത്തിന്റെ ട്രെൻഡാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അതായത് പൊതുവെ ഇപ്പം കേസ് കുറഞ്ഞു. ഉള്ള കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരിപരമായിട്ടുള്ള കേസുകളൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ സ്ട്രെങ്ത് കേസൊന്നുമില്ല. പിന്നെ ഈ ചെക്ക് കേസ്, പെറ്റി കേസ്, ഫൈൻ അടിക്കാത്ത കേസ്, ഇങ്ങനത്തെ കേസുകളൊക്കെ ഉള്ളൂ. അതിനകത്ത് മെയിനായിട്ട് ഞാൻ എടുത്തു പറയാൻ വേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അവസ്ഥ ഉണ്ടായിരുന്നത് 2021 മുതൽ ഞാനും ലിവിനും കേസും കൊണ്ട് നടക്കുന്നതാണ്. കാരണം വളരെ ശ്രദ്ധിക്കണം. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ സംഭവമൊക്കെ ശരിയാണ്, നമ്മൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ പുറത്തോട്ടും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഭാവിയിലേക്കൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കേസ് മതി. പ്രത്യേകിച്ച് PDPP. അത് പോയൊക്കെ ഒരു രക്ഷയില്ല. ആ ഫോൺ വിളിച്ച് ഓടിക്കുമല്ലേ. ആണോ? അത് കാരണം അത് വിട്ടെ, പൊക്കോട്ടെ, ഇല്ല പൊക്കോട്ടെ. ഫോൺ അതായത് ഒരു കേസ് വന്ന് എല്ലാവരും ചാടിപ്പിക്കാനുണ്ടാവും. അത് കഴിഞ്ഞൊരു കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവുള്ളൂ. അവിടെ കിടന്ന് പാസ്പോർട്ടൊക്കെ ഷോർട്ട് പാസ്പോർട്ട് കിട്ടും 2 കൊല്ലത്തെ. ആ 2 കൊല്ലത്തെ പാസ്പോർട്ട് നിങ്ങൾക്ക് ഒരു വിസ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ പറയാം, നിങ്ങൾ എന്ത് കൂട്ട് സെറ്റോ എന്ത് മാങ്ങ തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞോ ഒരു പ്രശ്നത്തിലും പോയി പെട്ടാക്കരുത്. പെട്ടാൽ നിങ്ങൾ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഇതേപോലെ കേസ് വന്നു കഴിഞ്ഞാൽ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ആദ്യത്തെ 1 വർഷമൊക്കെ ഭയങ്കര ആവേശമായിരിക്കും, പിന്നെ ആവേശമൊക്കെ ഇങ്ങോട്ട് കെട്ടടങ്ങും. കേസ് കഴിഞ്ഞത് ജാമ്യം കിട്ടിയൊന്നും കേസ് കഴിയില്ല. കേസ് ഇങ്ങനെ ഒരു 6-7 വർഷം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. 6-7 വർഷം എന്ന് വെച്ചാൽ ചെറുപ്പക്കാരെന്ന് വെച്ചാൽ ആ നല്ല സമയം. അത്യാവശ്യം സാമ്പത്തികം വേണം കേസ് നടത്തണേല്. അത്യാവശ്യം നല്ല വക്കീലിനെ വെച്ച് കേസ് നടത്തുന്ന സാമ്പത്തികം വേണം. പിന്നെ ചിലപ്പം ഹൈക്കോടതി പോണേ അവിടെ വേറെ സാമ്പത്തികം, സെഷനിലാണ് വേറെ സാമ്പത്തികം, സാധാ കോടതിയിലാണ് വേറെ സാമ്പത്തികം. സാമ്പത്തികം ഇല്ലാതെ ഈ പരിപാടി നടക്കൂല. അപ്പം ഇതെല്ലാം മനസ്സിലാക്കണം. അപ്പം നമ്മളിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് നമ്മളെ ആ അന്നത്തെ സമയത്ത് നമ്മളെന്നാ പറയാ, ആ ഒരു സിറ്റുവേഷനില് വേറെ കഥ ഇടട്ടെ ഗൈസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ ഇപ്പം നല്ല തിളച്ച് നിൽക്കുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് സ്കൂളുകളിലും അവിടെയൊക്കെ ഇങ്ങനെ അടിയെന്ന് പറഞ്ഞ അടിയാണ്, ശ്രദ്ധിക്കുക. ഒന്ന് പറഞ്ഞാൽ ഇപ്പത്തെ എല്ലാവരും തല്ലാൻ വേണ്ടി ചോദില്ല, ശരിയാണ് ചെയ്യരുത്. ചേട്ടാ ക്ഷമിക്കണം ചേട്ടാ, ഞങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നത്. ചേട്ടാ ക്ഷമിക്കണം ചേട്ടാ, ഞാൻ മനസ്സിലാക്കി തെറ്റില്ല, എനിക്ക് തെറ്റ് പറ്റിപ്പോയി ചേട്ടാ, പ്രശ്നം അവിടെ കഴിഞ്ഞു. എത്ര വലിയ അല്ല ചേട്ടാ, എത്ര വലിയ ശക്തനാന്ന് പറഞ്ഞു, ക്ഷമിക്കണം, സോറി, കഴിഞ്ഞു. അതെ, അതെ ഇനിയുള്ള കാലത്ത് നടക്കത്തുള്ളൂ. ഇനി ഒരു രക്ഷയില്ലെങ്കിൽ നമ്മളവിടുന്ന് പിന്മാറുക എന്നുള്ളത് മാത്രമാണ്. കേസിനും പ്രശ്നങ്ങൾക്ക് നിൽക്കാതിരിക്കാൻ നല്ലത്. ഇപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അല്ലേ? അപ്പൊ ഇനിയിപ്പോ കോടതി ചെന്നിട്ട് കാണാം കേട്ടോ. ഗൈസ്, ഇന്ത്യക്ക് കറങ്ങുന്ന നോക്കിയേ, കറങ്ങുന്നത് കണ്ടോ, ഫ്ലൈ ചെയ്യുന്ന അത് മറ്റേ ഇത് കിട്ടാൻ വേണ്ടി, ലാൻഡിങ് കിട്ടാൻ വേണ്ടി. ഫൈനലി നമ്മളങ്ങനെ മട്ടന്നൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ വക്കീലിന്റെ ഓഫീസ്. അത് കഴിക്കണം, കഴിച്ചു കഴിഞ്ഞിട്ട് പോവാം, അല്ല നമ്മൾ വൈകിട്ട് വരെ പട്ടിണിയായി പോകും അല്ലേ. ഭക്ഷണം കഴിച്ച് അങ്ങനെ പോവാം, അതാ ബുദ്ധി. ഗൈസ് ഫൈനലി ഞങ്ങൾ കണ്ണൂർ എത്തിയത് കണ്ടോ, ഇതാണ് കോടതി. നേരെ നോക്കൂ, ഇവിടെയാണ് നമ്മുടെ കേസ് നടക്കുന്ന കോടതി ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് കേസ് ഉണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് ഇന്ന് ലീവാണ്. 27-ാം തീയതിയിലേക്ക് കേസ് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ 27-ാം തീയതി വരണം. നമ്മുടെ വക്കീലത് അവിടെയുണ്ട്. വക്കീൽ ഇനി എന്തൊക്കെയാണ് പറയുന്നതെല്ലാം കേൾക്കാം. ഇവിടെ പുതിയ കോടതി വളപ്പ് പണിയുന്നതുകൊണ്ട് എന്തായി, അതായത് അങ്ങോട്ട് പാർക്കിംഗ് നേരത്തെ അറിയുമായിരുന്നു, വരണ്ടായിരുന്നല്ലോ. ഇത് എല്ലാരും കൂട്ടിട്ട് വെറുതെ പോവാണോ? അങ്ങോട്ട് നോക്കിയേ, എല്ലാരും പോവാ. എടാ ഇവിടെ നിർത്താല്ലേ? ഇതാണ് ഞങ്ങളുടെ കോടതി. ഇതൊക്കെ എടുത്തു കളഞ്ഞടാ. ആ സാധനം എല്ലാം എടുത്തു കളഞ്ഞ. വലിയൊരു ഇത് കോംപ്ലക്സ് പോലെ വരുമല്ലേ അതിന്റെ അകത്ത്. ഇവിടെ വന്ന് അറിഞ്ഞേ പെട്ടു കേട്ടോ. നേരത്തെ അറിയുന്ന വരണ്ടായിരുന്നു. ഞങ്ങൾ പോയായിരുന്നു. പൊക്കോട്ടെ, പെരിയെ പോവാ. വേറെ വണ്ടി ഉണ്ടോ? പുറകെ വണ്ടി കയറുന്നത് വേറെ കോടതിയാ? ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. കറക്റ്റ് നമ്മൾ എത്തിയതാട്ടോ. കറക്റ്റ് ഞങ്ങൾ ഇതുണ്ടോ 10:47, 11 മണിക്കാ കോടതി. 27 തീർച്ചയായിട്ടും പറഞ്ഞേ. 27 നിൽക്കണോ അല്ലേ? ഇനി 27 കഴിഞ്ഞിട്ട് ഇനി പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇല്ല, ഇനി ഇറങ്ങാൻ പറ്റത്തില്ല. ഇല്ല, അടുത്ത മാസം എവിഡൻസ് ആണല്ലേ ഏട്ടാ പറഞ്ഞേ? എവിഡൻസ്. വെറുതെ കണ്ണൂര് വരെ വന്നു. 6 മാസം കൊണ്ട് തീരില്ലേ? സമാധാനം അല്ലേ? അപ്പൊ നാളെ തന്നെ പാസ്പോർട്ട് വിചാരണ തുടങ്ങി കഴിഞ്ഞിട്ട് എത്ര മാസം കൊണ്ട് കേസ് തീർന്നായിരുന്നു? ജീവിച്ചോണ്ട് എത്ര വർഷം കൊണ്ട് കേസ് തീർന്നേ? മൊത്തം 10 വർഷം കൊണ്ട്.
ദീപിച്ചേട്ടന് 2 കേസ് ഉണ്ടായിരുന്നു. ആ 2 കേസും ദീപിച്ചേട്ടൻ്റെ തീർന്നു. അത് മോശമായിട്ടുള്ളതല്ല. ഞാൻ ഒരു വീട് പണിക്ക് വേണ്ടി കുറച്ച് മണൽ കൊണ്ടേ കൊടുത്ത് സഹായിച്ച ഒരു കേസാണ്. അത് ഈ പാസ് സർക്കാരിന്റെ അന്ന് ഈ പാസ് മണൽ ഒന്ന് സാറിനെ ഉപദേശിച്ചത്. സാർ വേണ്ട സ്നേഹം ഇപ്പൊ എന്നാ പറയാ അതൊന്ന് ആ 2 കേസായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ഇനി ഒറ്റ കേസേ ഉള്ളൂ, ഈ ഒരു ഒറ്റ PDPP. വേറെ ഒറ്റ കേസില്ല ഞങ്ങൾക്ക്. ബാക്കി എല്ലാ കേസും ഞങ്ങൾ തീർത്തു. ഈ ഒറ്റ കേസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയാണ്, ഞങ്ങളുടെ ബിസിനസ്സുകളൊന്നും നടക്കൂല. ഫൈനലി ഞങ്ങളെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് തിരിയാം, അതായത് ഇരിട്ടിയിലേക്ക് തിരിയാം. ഇനിയിപ്പം വെറുതെ വെപ്രാളം പിടിച്ചു വന്നു. എൻ്റെ വണ്ടിയുടെ എണ്ണയും പോയി. ഞാൻ ചവിട്ടി പിടിച്ച് സ്പോർട്സിലൊക്കെ ഇട്ട് വന്നു. കാരണം ഇത് ലേറ്റ് ആകല്ലോ. അത് ലേറ്റ് ആയി കഴിഞ്ഞാൽ പരിപാടി പാളും കേട്ടോ. 6 മാസത്തുള്ളിൽ എല്ലാ പരിപാടിയും തീരുമെന്നാ പറഞ്ഞത്. ഞങ്ങൾ സത്യം പറയട്ടെ നിങ്ങളോട്, ഇന്നേ വരെ കോടതിയുടെ ഒറ്റ വിളിക്ക് പോലും ഞങ്ങൾ പോകാതിരുന്നിട്ടില്ല. കേസിന് ഏറ്റവും കൂടുതൽ കോടതി ഹാജരായത് ഞങ്ങളാണ് തോന്നുന്നത്. എല്ലാം കറക്റ്റ് ഞങ്ങൾ ഹാജരായി, ഒരു ഉഴപ്പ് പോലും കാണിച്ചിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് യൂറോപ്പിൽ നിൽക്കാൻ നേരത്തെ കേസ് ഉണ്ടല്ലോ, അപ്പം ഞങ്ങൾ വരും. ശരിക്കും പറഞ്ഞ 1-2 പ്രാവശ്യം ഒന്നും വന്നില്ലെന്നോർത്ത് അത്ര ഇതൊന്നും ഇല്ല. പക്ഷെ ചില ദിവസങ്ങളിൽ മാത്രമേ വരാത്തുള്ളൂ, വളരെ കുറവ്. ദീപിച്ചേട്ടനോ പോയിട്ടേ ഉണ്ടാവില്ല കണ്ടോ. ലീവാക്കി നിങ്ങളെല്ലാം തീർന്നു. പാസ്പോർട്ട് എടുക്കാറില്ലേ? ഭാഗ്യം. നമ്മൾ ഈ വളവ് ഇനിയും വളയണം. ഇതാണ് ഒരു ഒടുക്കത്തെ വളവാണ്. കാരണം വെച്ചാൽ ബ്ലോക്കിന്റെ അയ്യര് കളിയാണ്. എനിക്ക് എന്നാന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നാട്ടിലൊന്നും വലിയ തിരക്കോ ആളോ ബഹളോ വണ്ടിയൊന്നും വലുതായിട്ടില്ല. പക്ഷെ കണ്ണൂർ ബ്ലോക്ക് ഉണ്ട്, വലുതായിട്ട് തിരക്ക് കാണുന്നത്. കണ്ണൂരിൻ്റെതായ ഒരു തിരക്ക് കാണുന്നില്ല ദീപിച്ചേട്ടാ. ആ ഒരു തിരക്ക് കാണുന്നില്ല. എത്ര പെട്ടെന്നല്ല ഇവനെ 10 മണിക്ക് വന്ന. പണ്ട് നമ്മുടെ കേസൊക്കെ ഉള്ള സമയത്ത് അവിടെ ഇങ്ങോട്ട് കിടക്കാൻ എന്നാ പാടായിരുന്നു. കഴിഞ്ഞില്ലേ സ്കൂൾ ടൈം 9:30 ആൾക്കാരൊക്കെ ഒരു ആണോ. പിന്നെ സ്കൂളും ഇതൊന്നും അതിനെ ബാധിക്കുന്ന കാര്യമല്ല. നിനക്കൊന്നും അറിയില്ലോ, കാരണം നീ അവിടെ നിന്ന് ഇവിടം വരെ കിടന്ന് ഉറങ്ങുമല്ലേ. നിനക്കത് അറിയാൻ വകുപ്പില്ല. സത്യം കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ നേരത്തെ ഉറങ്ങുമായിരുന്നു. ഇപ്പം അത് ഓണായിട്ട് ഇരിപ്പുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയിട്ട് ഇനിയിപ്പോ അവിടെ നിന്ന് അങ്ങോട്ട് വളയണം കേട്ടോ. ഒന്നാമതെ ഈ റോഡിന് വീതിയില്ല. ആരും പറഞ്ഞിട്ടൊരു കാര്യമില്ല. വീതി വെക്കാൻ പറ്റൂല, ഇത്ര സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ലേ. അതൊരു വലിയ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചുള്ള നമ്മളെല്ലാരും പിന്നെ പുറം സംസ്ഥാനത്ത് പോയിട്ട് നമ്മൾ പറയും. ഇപ്പം നമ്മളും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സെറ്റപ്പോ അങ്ങനെ എങ്ങനെയാണ്. പക്ഷേ പുറം സംസ്ഥാനം പോലെ അല്ല കേരളം. കേരളത്തിൽ നമുക്ക് പെട്ടെന്ന് സ്ഥാപനങ്ങളൊക്കെ ഒഴിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭയങ്കര പ്രതിഷേധങ്ങളും ഭയങ്കര പ്രശ്നങ്ങളും വരും. അപ്പോൾ ഏത് ഗവൺമെൻറ്റാന്ന് പറഞ്ഞാലും ഒരു പരിധി കൂടുതൽ നമുക്ക് ടൗണുകളൊന്നും റോഡുകൾ അങ്ങനെ വികസിപ്പിക്കാനോ അങ്ങനെ കുറേ സംഭവങ്ങൾ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. കാരണം വെച്ചാൽ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വികസനം വരണത് തന്നെ അത് എല്ലാവരും അംഗീകരിച്ചാൽ മാത്രമേ വരത്തുള്ളൂ. കാരണം ഒരു എന്നാ പറയുക, എല്ലാവരും എതിർക്കുവാണെങ്കിൽ അത് വരത്തില്ല. പക്ഷെ അന്യ സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല. അവരൊരു പ്ലാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നടക്കും. അങ്ങനെ വലുതായിട്ട് പ്രതിഷേധങ്ങളോ സംഭവങ്ങളോ ഉണ്ടാകാറില്ല. ഓരോ സ്ഥലത്തിന്റെ ഇതനുസരിച്ചാണ്. അപ്പം അതിന്റെ ഒരു കാര്യമുണ്ട്. ഭൂമിക്ക് നമ്മുടെ കേരളത്തിൽ പൈസ കൊടുത്തില്ല. അതെ, മറ്റു സംസ്ഥാനങ്ങൾ അത്ര ഇതുമില്ല. ഫൈനലി പാർക്കിംഗ് കൊണ്ട് വണ്ടി ഇട്ടു. ഇവിടെയാണ് സാറ് കിടക്കുന്നത്. പോവാടാ. നോക്കൂ, ലിബിനൊക്കെ ആശുപത്രിയിലാണ്. അതായത് സാറിന് കൊടുത്തത്. ഇനി ഇഷ്ടം പോലെ ലൈറ്റുകൾ ഇടാണ്ട് ഇതൊന്നും ഇട്ട് തീർന്നിട്ടില്ല. അത് മാത്രമല്ല, നമുക്ക് നിയോൺ സ്ട്രിപ്പ് ഇടാൻ വേണ്ടി 2 നക്ഷത്രത്തിന്റെ ഫ്രെയിമും ഉണ്ടാക്കണം. എടി കെട്ടുന്നതാണോ നല്ല അതോ അടിക്കുന്നതാണോ നല്ല? അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും, വലിയ വീതി ഇല്ലാത്തതുകൊണ്ട്. കെട്ടില്ല, കെട്ടി കഴിഞ്ഞാൽ നിന്നോളും. ഗൈസ് നോക്കൂ, ഫൈനലി ഞാൻ അങ്ങനെ വീട്ടിലെത്തി. അതായത് ലിബിനും പിന്നെ ജോസ്മിൻ സാറും ഇപ്പോൾ അവിടെ ഉള്ളൂ. ദീപിച്ചേട്ടൻ പോയി. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോവാണ്. ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവില്ല, നാളെ ഡിസ്ചാർജ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ കയറ്റാനൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ്. പിന്നെ കുറച്ച് ലൈറ്റും സംഭവം ചെയ്യും. പപ്പ എന്തെങ്കിലും ഇവിടെ നിൽക്കുമല്ലേ? പപ്പ ക്രിസ്മസ് ട്രീ ഇടുവോ? ഇവിടെ മേളിലിരിക്കുന്ന ക്രിസ്മസ് ട്രീ അവിടെ വെറുതെ വിരിച്ചു വെച്ചിട്ട് കുറച്ച് ലൈറ്റ് അതിനകത്ത് ഇട്ടാൽ മതി. അപ്പം ഈ ഫ്രണ്ട് ഇട്ടാൽ ഇച്ചിരി ഉള്ളൂ, ചെറിയ പണിയേ ഉള്ളൂ. കഞ്ഞി കുറച്ച് സാധനങ്ങളൊക്കെ തരാനുണ്ട്, അത് തരട്ടെ. എന്നിട്ട് വേണം അതുകൊണ്ട് വേണം പോകാൻ വേണ്ടി. അതേസമയത്ത് ഇട്ട ലൈറ്റുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് നോക്കൂ, ഗൈസ് ലൈറ്റുകൾ കണ്ടു ഗൈസ്, കാണിച്ചു തരാം ഗൈസ്. നോക്കൂ ഗൈസ്, കണ്ട ഇതൊരു ലേസർ, പിന്നെ കുറേ ട്യൂബുകൾ, പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ ഇവിടെ ഒരു 4-5 ലേസർ. ഇവിടെ ലൈറ്റ്, ഇവിടെ ലൈറ്റ്, ഇതുണ്ട ഇവിടെ ലൈറ്റ്, ഇതുണ്ട ഇവിടെ ലൈറ്റ്. ഗൈസ് ഫുൾ വട്ടാണ്. ഇതിനോടൊരു പ്രത്യേക ഭ്രമമാണ് ഗൈസ്. ഇനി അടുത്ത് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഫ്രണ്ട് ഫുള്ളുണ്ട് കേട്ടോ. ദേ ഇവിടെ ലേസർ, ഇതുണ്ട ഇവിടെ സ്റ്റാർ, ഇതുണ്ട് ഇവിടെ സ്റ്റാർ, ഇവിടെ ലൈറ്റ്, പിന്നെ ഇവിടെ ലൈറ്റ്, ഇതുണ്ട ഇവിടെ ലൈറ്റ്. ആഹാ എന്താ സന്തോഷം അത് കത്തുന്ന കാണുമ്പം.
പിന്നെ ഇത് കണ്ട ഇവിടെ കണ്ട ട്യൂബ് മേലോട്ട് താഴ്ത്തി പോകുന്നത്. പിന്നെ ഇത് ഞാൻ അടുത്ത് കാണിച്ചു തരാം. റോഡിൻ്റെ അപ്പുറം ഉണ്ട് ഇപ്പുറം ഉണ്ട്. ഇതിലെ പോകട്ടോ. ഇതിലിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ക്യാപ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ലേസർ, അതെ ഇവിടെ ലേസർ അത് ഈ ഭിത്തിയിലേക്ക് ഇങ്ങനെ അടിക്കും. ഇത് കണ്ടോ, ഇതേപോലെ വരും, ഇതേപോലെ അടിച്ച് സെറ്റപ്പായിട്ട് നിൽക്കും. അങ്ങനെയുണ്ട്. ഇതൊന്ന് ഇനിയുണ്ട് കേട്ടോ, ഇതൊന്നും മാത്രമൊന്നുമല്ല. ഇനി പുറത്തോട്ട് കാണിച്ചു തരാം ഗൈസ്. നേരെ പുറത്തിറങ്ങട്ടെ. നോക്കൂ, ഫൈനലി എല്ലാ സാധനം കിട്ടി. എടി നീ ഒന്ന് ഇതാക്കുവോ? ഞാനാക്കില്ല. റെഡിയാക്കുവോ? ഇത് വൃത്തിയാക്കുന്നതാക്കാം. അത് കഞ്ഞി, ഇത് ലിവിനുള്ള ഡ്രസ്സ്. നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാട്ടോ ഗൈസ്. നോക്കൂ, ഫൈനലി ഞാൻ സാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് കഴിച്ചോ? ഓക്കെ ഗൈസ്, ഇപ്പോൾ ചോറ്, നല്ല ചൂട് ചോറ്. ഞാൻ കുടിച്ചു, ഞാൻ കഞ്ഞി കുടിച്ചു. എനിക്ക് കഞ്ഞി പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കഞ്ഞി കുടിച്ചിട്ട് വന്നു. നല്ല കുത്തരി ചോറ്, പിന്നെ ചെമ്മീൻ ചമ്മന്തി, ചെമ്മീൻ ചമ്മന്തി, ഉണക്കമീൻ വറുത്തത്, പിന്നെ കഷ്ണം അല്ല സാറിന് ഉടുമ്പല്ലോ അങ്ങനെ വല്ല വന്നതെന്ന് ഓർത്ത്. പിന്നെ ഉണക്കമീൻ വറുത്തത്. പിന്നെ ലിബിൻ ഇന്നലെ മുതൽ ഇന്ന് വരെ കണ്ടിന്യൂസ് റണ്ണിയാണ്. മടുത്തില്ലേ? ഇതേപോലെ തന്നെ ജയിലും അല്ലെന്ന്, ഇതേപോലെ തന്നെ ജയിലും. ആകെ ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ ഇട്ട് തരുവുള്ളൂ. ഒരു ദിവസം കൊണ്ട് എൻ്റെ ലിബിനെ കിളി പോയി. അല്ലടാ, ഏകദേശം ഇതേപോലെ തന്നെ ഇങ്ങനെ വലിയ ഹൈറ്റ് ഒക്കെ ആയിട്ട് ആശുപത്രി എന്ന് പറഞ്ഞാണല്ലോ. അന്ന് ആക്സിഡന്റ് പറ്റി ഞാൻ കാണാം. അയ്യോ ഇത് മാത്രമല്ലല്ലോ, മോരൊക്കെ ഉണ്ടല്ലോ. മോര് പിന്നെ ഉണ്ടല്ലോ അവിടെ ലിബി, ഇനിയും ഉണ്ടായിരുന്നു. ഇത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതെന്താ? സാറേ കൊണ്ടാട്ടം അല്ലേ, പാവയ്ക്ക കൊണ്ടാട്ടം. ഇപ്പൊ കാല് ഓക്കെ ആയോ? കാല് സത്യം പറഞ്ഞാൽ കാല് കുത്തത്തില്ല. ഞങ്ങൾ വെറുതെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. കാല് നിലത്ത് കുത്തത്തില്ല. കാല് ചെറിയൊരു പൊട്ടലുള്ളൂ, പക്ഷെ അത് വലിയ അടിയായി. ജോയിന്റിലായി. മതിയോ? സമയമാണ്. അയ്യോ, രാവിലത്തെ മീൻകറി ഉണ്ടോ? അല്ല, അതിനകത്തുണ്ട്. അത് നല്ല ഒന്നാന്തരം മുളകിട്ട് കറിയത്. പിന്നെ മറ്റേ ഇത് വാഴക്കയില്ലേ, ഞാൻ പിന്നെ പക്ഷെ ഞാനും അതും കൂടെ കൂട്ടിയിട്ടാണ്, കേടായിട്ടില്ലായിരുന്നു. ഞാൻ ഈ സെയിം എല്ലാം കൂടെ കൂട്ടി ഒരു അടി അടിച്ചു. തുറക്കുമോ? സോറി, മോട്ടോർ വാഹന നിയമപ്രകാരം തെറ്റായിപ്പോയി. ഇത് പോയിട്ടില്ല. ഞാൻ ഷെട്ടിൽ കയറുമ്പോ പോയിട്ടില്ല. ഞാൻ ഷെട്ടിൽ കയറുമ്പോ ജോലി സാറുണ്ടാവും. അല്ല അല്ല, സ്പൂണ് ആ സ്പൂൺ വേറെ സ്പൂണില്ല. അല്ല സാറേ, ലിബി ഇതിൻ്റെ അതുണ്ടാ, ഇതാ സാറിനുള്ള സ്പൂണ്, കപ്പൊക്കെ ഇതിൻ്റെ അതുണ്ട്. ഇതാ മീൻകറി. ആ മീൻകറി ഒന്ന് ഇളക്കണേ, നന്നായിട്ട് ഇളക്കണേ. മീൻകറിയും ഓക്കെ. ഇപ്പം ഇവിടുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അത് നല്ല ഒന്നാമത്തെ ഞാൻ ഓല മേടിച്ചു കഴിഞ്ഞ ദിവസം. ഇവിടുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അവിടുത്തെ വിഭവം ഇവിടെയാണ് കൂടുതൽ. ഞാൻ അവിടുന്ന് പിന്നെ കഞ്ഞി എന്ന് പറഞ്ഞാൽ കുടിച്ചു പോകുന്നതാണ്. ലിബിക്ക് കഴിക്കാൻ എനിക്ക് കഴിക്കുന്ന സാധനം ഇതൊന്നും ഇളക്കത്തില്ല നമ്മള്, അല്ലെ വെള്ളം മാത്രമേ ആണോ? ഇതും ഇത് അച്ചാറും ഇതും ഞാൻ പിന്നെ ഓൾറെഡി കഴിച്ച കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു. നാളെ എപ്പോഴാണ് ഡിസ്ചാർജ് പറഞ്ഞു? രാവിലെ ആക്കി തരാമെന്ന് പറഞ്ഞു. ഓക്കെ, എത്ര മണി? അത്യാവശ്യം നമ്മളിവിടെ തണുപ്പ് ക്ലൈമറ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വലിയ കൊതുകും സംഭവങ്ങളൊന്നും ഇല്ല. കണ്ടോ, ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഡോറ് തുറന്നിട്ടാലേ കൊതുക് വരും. കയറുമോ? ഡോറ് തുറന്നിട്ടാ കൊതുക് അതിനാ നല്ല കണ്ടമാനം തിരക്കില്ല. സ്റ്റാഫിന്റെ നല്ല പരിചയമുള്ള സ്റ്റാഫാണ്. മാത്രമല്ല അവർ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഇടപെടലാണ്. രണ്ട് ഷിഫ്റ്റും അങ്ങനെ തന്നെയാണ്. സാർ രോഗി ആയതുകൊണ്ട് അന്തേവാസികളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
സാറിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി, അതായത് നമ്മുടെ ഒരു വണ്ടി വരാനുണ്ട്. ആ വണ്ടി എടുക്കാൻ പോകണം. ഞാൻ സാറിനൊക്കെ കൂട്ടി പോകാമെന്ന് വിചാരിച്ചിരുന്നാ. സ്റ്റാലിയൻ ഓടിച്ചു നോക്കണം എവിടെ? അല്ല സത്യം പറഞ്ഞാൽ എൻ്റെ പോലും ഓടിച്ചു നോക്കാൻ പറ്റിയില്ല. അല്ല എത്ര ദിവസം പറഞ്ഞേ? 1.5 മാസം. 20-25 days ആണ്. 1.5 മാസം ഇല്ല പറ്റത്തില്ല, ക്ലച്ച് ഓട്ടാൻ പറ്റത്തില്ല. 1.5 മാസം റെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് 1.5 മാസം ഫിസിയോതെറാപ്പി. 3 മാസം. എനിക്ക് 3 മാസം വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി ഓട്ടോമാറ്റിക് ഓടിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കണമെങ്കിൽ കിട്ടും ചവിട്ടാൻ ആവുന്ന വരെ. അക്കോട് സാറിന് മുതലാവില്ല. എൻ്റെ ഒരു കൊറോള നേരം 2 കൊറോളയില്ലേ, അതിലൊരു കൊറോള ഇല്ല, അത് നടക്കുകയുള്ളൂ. എൻ്റെ പൊന്നെ, അങ്ങനെ പറഞ്ഞല്ലേ 3 മാസം. ഭാഗ്യം. ഈ മുട്ടായതുകൊണ്ട് മുട്ടായതുകൊണ്ട് ജോയിൻ്റ് ആയതുകൊണ്ട് കാല് ചട്ടാൻ സാധ്യതയുണ്ട്. സൃഷ്ടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ചിലർക്ക് അങ്ങനെ വരാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ജോയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. സംഭവം സിമ്പിളായിരുന്നു, പക്ഷെ കണ്ടില്ലേ അവസാനം എത്തിക്കഴിഞ്ഞ് അതിൻ്റെ ഗുരുതരം മനസ്സിലായില്ലേ. കാണാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പുള്ളിയിലൊരു ചെറിയ പൊട്ട്. പിന്നെ ചതവൊക്കെ ഉണ്ടാവും, ഉണ്ടാവും. ആ മറ്റേ ഇത് കിട്ടിയില്ല, കിട്ടി. കൊണ്ടാട്ടം ഇല്ലാത്തല്ലോ. കൊണ്ടാട്ടം കൊണ്ടാട്ടം 2 കൊണ്ടാട്ടം നിനക്ക് കൊണ്ടാടാം. സദ്യയായി പോയി. അല്ല ഞാൻ അവിടെ വെക്കുന്ന സാധനങ്ങൾ കാരണം എനിക്ക് പറ്റുന്നത് ലിബിന് പറ്റില്ല, ലിബിന് പറ്റുന്നത് എനിക്ക് പറ്റില്ല. അപ്പം അങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെയാവും. ഗൈസ് അതാണ് സംഭവം. എന്തായാലും എല്ലാവരും കഴിക്കട്ടെ. ഞാൻ ഓൾറെഡി കഴിച്ചു കേട്ടോ. ഫൈനലി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു, ടേബിൾ വൃത്തിയാക്കി. ഇനി അടുത്ത ഞങ്ങളുടെ തൊഴിൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ എതിർട്ടോലി നിർത്തി എല്ലാം കഴിഞ്ഞ് രജനികാന്ത ചവയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ചീട്ടുകളിയാണ്. അതും കഴുത തോറ്റാലും സമ്മതിക്കില്ല, വീണ്ടും കളിക്കാം അല്ലേടാ. നമ്മുടെ ചീട്ടുകളിയുടെ 50-50 പാടും. നീ ഇപ്പം എന്നാ ചീട്ട് അപ്പുറത്തോട്ട് ഇപ്പുറം തിരിച്ചിട്ടാക്കുന്നത്? അത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനെയാവും. ആണോ? ഇത് രണ്ട് ഷേപ്പ്. ഇത് എങ്ങനെ പൂമ്പൽ കമ്പിദ്രേ കമ്പിദ്രേ റെഡിയായി? ഞാൻ തന്നെ സെറ്റിങ് കൊണ്ടാ. അതായത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യണം. നീ ഇടുന്നത് ശരിയല്ല. പറഞ്ഞ ഞാൻ കുത്തവനെ പിടിച്ചോ ജോസി സാർ. 1 2 പുറത്തുള്ള പേര് സെക്യൂരിറ്റി ജോലി പോകുമോ? അപ്പോഴേ ഞങ്ങൾക്ക് ഇതൊക്കെ അയ്യോ എല്ലാ ദിവസം ചിട്ടളിയോ ചിട്ടളി. ഇപ്പൊ ഈ രാത്രി ചീട്ട് കളിക്കാൻ പറ്റി ആരോ ഉള്ള സാറിന് 5 ഇത്രയും ആത്മാർത്ഥമായിട്ട് ആരും നമ്മള് ചീട്ടിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാനിട്ടെ അത് ചീട്ടൊന്നും സെറ്റാക്കട്ടെ. നിന്ന അഭിപ്രായം പറയണേ. ഒരെണ്ണമല്ലേ സാറേ? സാറിന് ചീട്ട് മൊത്തം ഇവൻ കണ്ടു കേട്ടാ, കള്ളക്കളി കളിക്കും കേട്ടാ. ചീട്ട് കളി എന്ന് വെച്ചാൽ സംഭവം ഒരു വട്ടം കളിച്ചു തുടങ്ങി പിന്നെ ഡെയിലി ഇത് തന്നെയായിരിക്കും. പറയൂ സാർ. സാറേ പേനുണ്ടോ സാറേ? ചെറുതായിട്ടൊരു കളിയൊക്കെ കളിക്കുമ്പോൾ സാറിന് വേന പറയുന്നില്ലേ? പേനുണ്ടോ? ചെറുതായിട്ടോ വലുതായിട്ടോ?